ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽച്ചീര തോരനാണ് കേട്ടോ. അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ. അപ്പോൾ പാൽച്ചീര ആദ്യം ചെറുതാക്കി അരിഞ്ഞെടുക്കണം. പാൽച്ചീര ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് ചമ്മന്തി അരച്ചെടുക്കണം. അതിന് പച്ചമുളക്, ഒരു മുറിയുടെ പകുതി തേങ്ങ, വലിയ ജീരകം, കറിവേപ്പില, ഒരു വെളുത്തുള്ളീൻ്റെ ചുണ, ഒരു ചെറിയ ഉള്ളി ഇട്ട് അരച്ചെടുത്തതാണിത്. പിന്നെ ഒരു ഫ്രൈ പാൻ എടുത്ത് എണ്ണ ചൂടായാൽ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച പാൽച്ചീര ഇട്ട് കൊടുക്കണം. പാൽച്ചീര ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെക്കരുത് കേട്ടോ. അടച്ച് വെക്കാതെ വേവിക്കണം. ഇതിങ്ങനെ നിൽക്കുന്നതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ അത് വറ്റുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, വെള്ളം തെളിഞ്ഞ് വന്നത്. ഇതേപോലെ വെള്ളം തെളിഞ്ഞ് വരും. അപ്പോൾ അത് വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം വറ്റി വന്നാൽ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട മിക്സാണ് നേരത്തെ കാണിച്ചു തന്നെ കേട്ടോ. ഞാൻ സാധാരണ എല്ലാവരും ചമ്മന്തി അരയ്ക്കാൻ അറിയുന്നതല്ലേ, അതുകൊണ്ടാണ് ഇതിൽ അത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഓവർ ഇളക്കരുത്, അപ്പോൾ അത് ഒരു കൊഴുപ്പുമാതിരി വരും. അങ്ങനെ ഏറെക്കുറെ നമ്മളെ ചീര വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ പാൽച്ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.